നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിദ്ധമായ പാലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. തൈപ്പൂയ രഥോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം കവിയും നിരൂപകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ? ഒത്തിരി കളക്ഷൻ, ഇത്തിരി വില. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. പാലൂർ ദേശത്തിന്റെ പകലിരവുകളെ ഭക്തിയാലും ആഘോഷങ്ങളാലും നിറയ്ക്കുന്ന പാലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ രഥോത്സവത്തിന് ഭക്തിനിർഭരമായ സദസ്സിൽ കൊടിയേറി. തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട തൃക്കൊടിയേറ്റ് നടത്തി. തൈപ്പൂയ രഥോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം നിറഞ്ഞ സദസ്സിൽ കവിയും നിരൂപകനുമായ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്നും പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നേഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ അപരവിദ്വേഷത്തിനുള്ള യഥാർത്ഥ മറുപടി ഇതുപോലെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന ഒരു തരം വിഭാഗീയതയുമില്ലാത്ത ഉത്സവങ്ങൾ മാത്രമാണ് എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഒരു പ്രതിരോധമാണ്. ഭക്തിയുടെയും സ്നേഹത്തിന്റെയും കവചം ഉപയോഗിച്ചുള്ള ഒരു പ്രതിരോധമാണ് ഈ ഉത്സവം എന്നത്. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 2024 പാലൂർ ഷൺമുഖ പുരസ്കാരം ചലച്ചിത്ര നടനും MLAയുമായ മുകേഷിന് പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ സമർപ്പിച്ചു. കല, സാംസ്കാരിക, കവി, ഇവരുടെയൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു പ്രണയം, ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഇനി അങ്ങനെയുള്ള ഒരു കാലം വരണം, വന്നു തന്നെ ആകണം. ശരിക്കും ഈ തരത്തിലുള്ള ക്ഷേത്രങ്ങളും ഈ തരത്തിലുള്ള വിശ്വാസങ്ങളും ഈ തരത്തിലുള്ള മനസ്സ് ഉള്ള ഒരു ജനത, ഒരു സമൂഹം കേരളത്തിലെങ്കിലും മുന്നോട്ട് വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പുരസ്കാരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുൻ MLA CP മുഹമ്മദ് ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പെരിന്തൽമണ്ണ സ്റ്റേഷന് നിരഞ്ജൻ ധീരതാ പുരസ്കാരം കൈമാറി. എഴുത്തുകാരൻ KPS പയ്യനടം, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സ്വാമി സ്വരൂപാനന്ദ സരസ്വതി, പഞ്ചായത്ത് പ്രസിഡന്റ് P സൗമ്യ, വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹനൻ പനങ്ങാട്, T സാവിത്രി, ഗോപാലകൃഷ്ണ പണിക്ക്, ദേവദാസ് പണിക്ക്, പ്രദീപ കോട്ടയ്ക്കൽ, ഇക്ബാൽ P രായിൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. 9 ദിവസം നീണ്ടുനിൽക്കുന്ന പാലൂർ തൈപ്പൂയ രഥോത്സവത്തിന് ജനുവരി 26 സമാപനമാകും. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.